മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാളെ സൗദി അറേബ്യ സന്ദർശിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഖത്തർ, UAE എന്നീ രാജ്യങ്ങളും സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ച വിവരം പുറത്തു വന്നു. ഇസ്രായേൽ സന്ദർശനമില്ല. മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിൽ ഇസ്രായേലിൻ്റെ സന്ദർശനം വെട്ടിച്ചുരുക്കി ഈ 3 രാജ്യങ്ങൾ സന്ദർശിച്ചതിന് ശേഷം തിരിച്ച് ന്യൂയോർക്കിലേക്ക് പോകും എന്നുള്ള വിവരമാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലേക്ക് സിറിയയെയും ലെബനാനെയും ഫലസ്തീനെയും സൗദി അറേബ്യ ക്ഷണിച്ചിട്ടുണ്ട്. ഫലസ്തീനെ പ്രതികരിച്ചുകൊണ്ട് പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്, സിറിയയുടെ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷിറ, ലെബനാൻ പ്രസിഡന്റ് ജോസഫ് ഔൻ 3 പേരും ഇന്നത്തെ രാത്രിയോട് കൂടി തന്നെ സൗദി അറേബ്യയിൽ എത്താനുള്ള സാധ്യതകൾ പറയുന്നു. ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന ഒരു നിലപാട് അല്ലെങ്കിൽ എന്നൊരു അഭിപ്രായം സൗദി അറേബ്യയുടെ ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് അമേരിക്കയുടെ പ്രസിഡന്റ് മുൻപാകെ സമർപ്പിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു താല്പര്യം പറയാനോ സാധ്യതയുണ്ട് എന്ന് ചില മീഡിയകൾ അഭിപ്രായപ്പെടുന്നു. താൽക്കാലികമായിരിക്കുന്ന വെടിനിർത്തലും യുദ്ധവിരാമവും താൽക്കാലികമായി മാത്രം അവസാനിക്കുന്നതാണ്. തൊട്ടടുത്ത ദിവസങ്ങളിൽ വീണ്ടും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വെടിവെപ്പുകളും പോരാട്ടങ്ങളും യുദ്ധങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. ആയതിനാൽ ശാശ്വതമായിരിക്കുന്ന ഒരു പ്രശ്ന പരിഹാരം ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യമാണ്. നമ്മൾക്ക് ആ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് പറയാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു.